ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. ഫിസിക്സിലെ 3 മേജർ ടോപ്പിക്കുകളാണ് ശബ്ദം, താപം, പ്രകാശം എന്ന് പറയുന്നത്. ഇതിൽ ശബ്ദത്തിൽ നിന്നും താപത്തിൽ നിന്നും നല്ല ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ പ്രകാശം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് എന്നാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യം വരുന്ന ചാപ്റ്ററാണ്. സിമ്പിൾ ആണ് എന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ ഫിക്സ്ഡ് ആണ്. ഒന്നുകിൽ ഒരു പ്രതിഭാസം കൊടുത്ത് ഇതേത് പ്രതിഭാസമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്ന് ഇതേത് പ്രതിഭാസത്തിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് ചോദിക്കാം. ഇത് കൂടാതെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മൊത്തമായിട്ട് തീർന്നു കിട്ടിയെന്ന് പറയാം. നമ്മൾ ഇന്ന് പോകുന്നത് പ്രകാശം എന്ന ടോപ്പിക്കിലേക്ക്. ഭൂമിയിലെ പ്രകാശത്തിൻ്റെ സ്രോതസ്, ഭൂമിയിലേക്കുള്ള പ്രകാശത്തിൻ്റെ സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. ഓൾറെഡി അറിയാവുന്ന കാര്യം, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം വരുന്നു. ഈ പ്രകാശത്തെക്കുറിച്ച് ഞാൻ ഫിസിക്സിൽ പഠിക്കുകയാണെങ്കിൽ, ഫിസിക്സ് എന്നുള്ള പഠനശാഖയിൽ ഞാൻ പ്രകാശത്തെക്കുറിച്ച് മാത്രം പഠിക്കുന്നുവെങ്കിൽ ആ പഠനശാഖയെ ഞാൻ വിളിക്കേണ്ട പേരാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്സ്. അടുത്തതായിട്ട് പറയുന്നത്, പ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വേഗതയുമുണ്ട്. പ്രകാശത്തിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എവിടെയാണ് ഈ വേഗത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയെക്കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. അതിനേക്കാൾ വലിയ സാരം സൂര്യൻ എന്നറിയാം. ഈ സൂര്യനിൽ നിന്ന് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്തുന്നു. ഈ ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ് കയ്യിലേക്ക് തന്നിരിക്കുന്നത്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 × 10⁸ മീറ്റർ ദൂരത്തോളം പ്രകാശം സഞ്ചരിക്കും. എക്സാമിന് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പഠിക്കേണ്ട ആൻസറാണ് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. 2 ഓപ്ഷൻ കണ്ടുവരാറുണ്ട്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡും 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡും. ലക്ഷം എന്ന് സൂചിപ്പിക്കുന്നത് 5 0, കിലോ സൂചിപ്പിക്കുന്നത് 3 0, 5 3 കൂടി 8 0 വരുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിന്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ, ശരിയാണോ തെറ്റാണോ എന്നല്ല പറയുന്നത്, പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കാറുണ്ട് PSC എക്സാമിന്. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ. പ്രകാശം ശൂന്യതയിലുള്ള വേഗത പറഞ്ഞു. ഈ ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത. എത്രയാണ് വേഗത എന്ന് വെച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ അത് ലിയോൺ ഫൂക്കൾട്ടാണ്. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എന്ന് കണ്ടെത്തിയത്. പ്രകാശത്തിന് വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതെന്ന് ചോദിച്ചത് ശൂന്യതയാണെന്ന് പറയണം. എത്രയാണ് വേഗതയെന്നും കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇതേ നമ്മളോട് തന്നെ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ, സ്പീഡ് ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖരപദാർത്ഥത്തിലാണ് ഏറ്റവും കുറവ് വേഗത. ഏത് ഖരപദാർത്ഥം എന്ന് ചോദിച്ചാൽ എടുത്ത് പറയാൻ അറിഞ്ഞിരിക്കണം. ഡയമണ്ട്. ഏറ്റവും കട്ടി കൂടിയ പദാർത്ഥം വജ്രം. ഈ കട്ടി കൂടിയ പദാർത്ഥത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത്. ഏറ്റവും കുറവ് വേഗത ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം, പ്രകാശം കടത്തിവിടാത്ത ഏറ്റവും വലിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് വജ്രം തന്നെയാണ്. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറവ് വജ്രത്തിലാണ്. ഈ കടത്തിവിടുന്നത് ഏറ്റവും കുറവുള്ള പദാർത്ഥം അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ, കടത്തിവിടാത്ത കഴിവ് അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അതും വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് തന്നെ. പ്രകാശം സൂര്യനിൽ നിന്ന് സഞ്ചരിക്കും എന്നറിയാം, ഭൂമിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഒരു വർഷം കൊണ്ട് പ്രകാശം സൂര്യനിൽ നിന്ന് എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നുവോ, സൂര്യനുണ്ട് പ്രകാശം സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യും. നമ്മുടെ ഒരു വർഷം കൊണ്ട് പ്രകാശം സൂര്യനിൽ നിന്ന് എത്രത്തോളം ദൂരം സഞ്ചരിക്കുവോ അത്രയും ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശം എത്രത്തോളം ദൂരം സഞ്ചരിക്കുന്നോ അത്രത്തോളം ദൂരത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പ്രകാശവർഷം, അതായത്
ഒരു ഇയർ കൊണ്ട് പ്രകാശം സൂര്യൻ എത്രത്തോളം ദൂരം സഞ്ചരിച്ചോ. ഒരു പ്രകാശ വർഷം എന്നത് നമ്മുടെ കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ അത് 9.46 × 10⁻15 കിലോമീറ്ററുകളാണ്. ഇനി ഇതും അറിഞ്ഞിരിക്കണം, പ്രകാശവർഷം എന്ന് പറയുന്നത് എന്ത് അളക്കുന്ന യൂണിറ്റ് ആണ്. പ്രകാശവർഷം ഒരു യൂണിറ്റ് ആണ്. അത് എന്ത് അളക്കുന്ന യൂണിറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പറയുന്നു, പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരം, ഡിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ് ആണ്. പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. അടുത്ത പോയിന്റ് പറയുന്നത് ദൃശ്യപ്രകാശം. ലൈറ്റ് എന്ന് പറയുന്നത് 7 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് ചോദിച്ചാൽ ഒരു നമ്പറല്ല നമ്മൾ പറയുന്നത്, 7 കളേഴ്സിൻ്റെയും വേവ് ലെങ്ത്തുകൾ കൂട്ടിച്ചേർത്ത് 400 നാനോമീറ്റർ മുതൽ വയലറ്റ് തൊട്ട് റെഡ് വരെ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണെന്ന് വെച്ചത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ. ഒരു നാനോമീറ്റർ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 10⁻⁻9 മീറ്റർ വിളിക്കുന്ന പേരാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സാധാഗതിയിൽ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം പറയുന്ന യൂണിറ്റ് ഏത് എന്നുകൂടി ചോദിക്കാറുണ്ട്. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം സാധാഗതിയിൽ പറയുന്ന യൂണിറ്റാണ് ആംസ്ട്രോം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം സാധാഗതിയിൽ പറയുന്ന യൂണിറ്റ് ആംസ്ട്രോം ആണ്. അടുത്തതായിട്ട് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ചോദിക്കാറുണ്ട് എക്സാമിന്. സൂര്യൻ, ഭൂമി, പ്രകാശം വരുന്നു. എത്ര നേരം കൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്തുന്നതെന്നാണ് ചോദിക്കാറുള്ളത്. 2 രീതിയിലും കണ്ടുവരാറുണ്ട് ആൻസർ. 8 മിനിറ്റ് 20 സെക്കൻഡ്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ സെക്കൻഡാക്കി മാറ്റുകയാണെങ്കിൽ 500 സെക്കൻഡ്. വെറും 8 മിനിറ്റ് 20 സെക്കൻഡ് മതി സൂര്യനിലുള്ള പ്രകാശം ഭൂമിയിലെത്താൻ. മൊത്തമായിട്ട് സെക്കൻഡ്സിലും ചോദിക്കാറുണ്ട് 500 സെക്കൻഡ്. കാണാപ്പാടം പഠിക്കുന്നവർ 8 മിനിറ്റ് 20 സെക്കൻഡ് കാണാപ്പാടം പഠിച്ചേക്കുക. സെക്കൻഡ്സിലാണ് വന്നതെങ്കിൽ മിനിറ്റിനെ സെക്കൻഡ്സിലേക്ക് മാറ്റി 8 × 60 480, പിന്നെ ഒരു 20 സെക്കൻഡ് കൂടി കൂട്ടി 500 സെക്കൻഡ് പെട്ടെന്ന് പറഞ്ഞേക്കുക. പക്ഷേ മിനിറ്റ് പഠിച്ചു വെച്ച് ഹരിക്കാനായി നിൽക്കരുതെന്ന് പറയുന്നു. സൂര്യനുള്ള പ്രകാശം ഭൂമിയിൽ എത്തിയെടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇതേപോലെ തന്നെ സൂര്യന് ഭൂമിക്കിടയിൽ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തിയെടുക്കുന്ന സമയമാണ് 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡും പിന്നെ ഒരു 0.3 സെക്കൻഡും 2 സെക്കൻഡ് പോലും തികയുന്നില്ല. 1 മിനിറ്റ് 3 സെക്കൻഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. 1 സെക്കൻഡും പിന്നെ ഒരു 0.3 സെക്കൻഡ്, 2 സെക്കൻഡ് പോലും തികയുന്നില്ല. 1 സെക്കൻഡും പിന്നെ ഒരു 0.3 സെക്കൻഡ് കൊണ്ടാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം പറയുന്ന യൂണിറ്റ്. സാധാഗതിയിൽ നമ്മൾ 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പറയുന്ന യൂണിറ്റ് കിലോമീറ്ററിലാണ് പറയുന്നത്. എന്നാൽ ആകാശത്ത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം നമുക്ക് കിലോമീറ്ററിൽ പറയാൻ സാധിക്കില്ല, വളരെ വലിയ ദൂരമാണ്. അതുകൊണ്ട് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പാർസെക് എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ദൂരം പറയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ പാർസെക് ആണ്. ബഹിരാകാശ ദൂരം പറയാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം എന്ന് പറയുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം പറയുന്ന യൂണിറ്റ് പാർസെക് ആണ്, അല്ലെങ്കിൽ പാരലാക്റ്റിക് സെക്കൻഡ് ഫുൾ ഫോം പാർസെക് ആണെന്ന് പറഞ്ഞു. കൂടാതെ പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ വിളിക്കുന്ന പേര് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം. അതും ബഹിരാകാശ ദൂരം പറയുന്ന യൂണിറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിങ്കും കണക്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. 3.26 പ്രകാശവർഷം, 3.26 പ്രകാശവർഷം എപ്പോഴാണോ ചേരുന്നത് അപ്പോൾ അതിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ബഹിരാകാശ ദൂരം പറയുന്ന ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക് ആണ്. 3.26 പ്രകാശവർഷം എപ്പോൾ ചേരുന്നോ അപ്പോൾ ഞാൻ അതിനെ വിളിക്കുന്ന പേര് ഒരു പാർസെക് എന്ന്. 2 പോയിന്റുകൾ കൂടി പറഞ്ഞ് നമ്മൾ ആദ്യത്തെ തിയറി സെക്ഷൻ അങ്ങോട്ട് അവസാനിപ്പിക്കുന്നു. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം പറയുന്ന യൂണിറ്റ് പാർസെക് ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം പറയാനായി നമുക്ക് പാർസെക് എടുക്കണമെന്നില്ല. അതിനേക്കാൾ ചെറിയ യൂണിറ്റായ പ്രകാശവർഷം ഉപയോഗിച്ചാൽ മതി. പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് എന്ന് പറഞ്ഞ് അവസാനത്തെ പോയിന്റ് അവസാനിക്കുന്നു. പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡില എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ കാൻഡില. നമ്മുടെ
പ്രകാശവുമായി ബന്ധപ്പെട്ട തിയറി ചോദ്യങ്ങൾ നമ്മൾ തീരുമാനമാക്കി. അടുത്ത പോകുന്നത് പ്രകാശ പ്രതിഭാസങ്ങളിലേക്ക്, അല്ലെങ്കിൽ എക്സാമിന് പ്രകാശത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് പോകുന്നു. പ്രകാശ പ്രതിഫലനം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രകാശ പ്രതിഭാസത്തിലേക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഫസ്റ്റ് പ്രതിഭാസം പ്രകാശ പ്രതിഫലനം, ഇംഗ്ലീഷിലാണെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശരശ്മി അതാര്യമായ ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രതിഫലനം എന്ന് പറയുന്നത്. ഇത്രമാത്രം ഒരു പ്രതലം, ഭിത്തിയോ ബോർഡോ ഡെസ്കോ എന്ത് പ്രതലമായാലും കുഴപ്പമില്ല, അതൊരു അതാര്യമായ പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തു ആയിരിക്കണമെന്ന് മാത്രം. ഈ അതാര്യമായ പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തുവിലേക്ക് പ്രകാശം വന്ന് പതിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പോകുന്നുവെങ്കിൽ ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇത്രമാത്രം ഒരു പ്രതലമുണ്ട്, ഈ പ്രതലത്തിലേക്ക് പ്രകാശം പോയി പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തട്ടി തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രകാശം തിരിച്ചു വരുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രതിഫലനം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ കുറേ ഒന്നുമില്ല, ഒരു ആപ്ലിക്കേഷൻ മാത്രം. കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏതാണെന്ന് വെച്ചാൽ അത് പ്രകാശ പ്രതിഫലനമാണ്. കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു, നമ്മളിൽ നിന്ന് പ്രകാശം അങ്ങോട്ട് പോയി തട്ടി തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു, എനിക്ക് തന്നെ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നു പ്രകാശത്തിൻ്റെ പ്രതിഫലനം മൂലം. ഇനി ഓർമ്മിപ്പിക്കാനൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രതലത്തിലേക്ക് പ്രകാശം സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് തട്ടി അതേ വഴിയെ തിരിച്ചു പോകും. നേരെ മറിച്ച് ഒരു ആംഗിളിലാണ് എൻ്റെ പ്രതലത്തിൽ തട്ടിയതെങ്കിൽ തിരിച്ച് അതേ വഴിയെ പോകത്തില്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇവിടെ 30 ആംഗിൾ ഉണ്ടാക്കിയാൽ ഇപ്പുറത്തും 30 ആംഗിൾ തന്നെ അത് തിരിച്ചു പോകും. വന്ന് വരുന്ന രശ്മിയെ പതന രശ്മി എന്നും തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേയും എന്നുമാണ് വിളിക്കാറുള്ളത്. പ്രകാശ പ്രതിഫലനം നമ്മൾ തീരുമാനമാക്കി, പ്രകാശത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രതിഭാസം. അടുത്ത പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതിഭാസത്തിലേക്ക്, അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. തൊട്ടു മുമ്പ് കണ്ടത് പ്രകാശം ഒരു അതാര്യമായ മാധ്യമത്തിൽ വന്ന് വീണാൽ എന്ത് സംഭവിക്കുന്ന. ഇനി കാണാൻ പോകുന്നത് പ്രകാശം ഒരു സുതാര്യമായ, അതായത് പ്രകാശത്തെ കടത്തി വിടുന്ന വസ്തുവിൽ വന്ന് വീണാൽ എന്ത് സംഭവിക്കുന്ന. കയ്യിലേക്ക് തരുന്നത് ഒരു ഗ്ലാസ് പീസാണ്. പ്രകാശം വരുന്നു, ഈ മാധ്യമത്തിൽ തട്ടുന്നു, ഇത്രയും നേരം സ്ട്രെയിറ്റ് ആയിട്ട് വന്ന പ്രകാശം ഗ്ലാസ്സിലേക്ക് അടുത്ത മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് ആ പാത്തിലൂടെ പോകാറില്ല, ഇത് ചെറുതായിട്ട് ഒന്ന് വളയും. ഇവിടം വരെ എത്തിയത് കണ്ടിന്യൂ ചെയ്ത് പോകാതെ ചെറുതായിട്ടൊന്ന് വളയും. ഗ്ലാസ്സിലൂടെ പോകുന്ന വഴിക്ക് പിന്നെ വളയില്ല, ഗ്ലാസ്സിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എത്തും. ഇവിടെ എത്തി അടുത്ത മാധ്യമത്തിലേക്ക് പിന്നെയും കിടക്കുന്നു, വന്ന പാത്ത് കണ്ടിന്യൂ ചെയ്ത് പോകില്ല, അത് പിന്നെയും ഇവിടെ നിന്ന് വളയുന്നു. ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, ഇവിടം വരെ വരുന്നു, ഇവിടെ നിന്ന് അടുത്ത മാധ്യമത്തിൽ കടക്കുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ലൈൻ മാറി അല്ലെങ്കിൽ പാത്ത് മാറി, ഇവിടെ നിന്ന് അടുത്ത മാധ്യമത്തിൽ കടക്കുന്നു, അവിടുന്ന് പിന്നെയും പാത്ത് മാറി, വഴി മാറി. ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമം, ഗ്ലാസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ്, എയർ എന്ന് പറയുന്നത് വേറൊരു മാധ്യമമാണ്, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനം, ആ ഡിഫ്ലക്ഷൻ വിളിക്കുന്ന പേരാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇത്രയും മാത്രമാണ് അതിൻ്റെ ഡെഫിനിഷനുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് കുറേ അധികം പ്രതിഭാസങ്ങൾ, ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഏറ്റവും ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നതെന്ന് പറയുന്നത്. നക്ഷത്രം ശരിക്കും തിളങ്ങുന്നില്ല, പക്ഷേ വരുന്ന പ്രകാശരശ്മി ഓരോ പ്രാവശ്യവും ചെറുതായി വ്യതിചലിച്ച് വരുന്നുണ്ട്, പൊസിഷൻ മാറി മാറി വരുന്നുണ്ട്, അത് ചെറുതായി തിളങ്ങുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രം. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കണ്ടു, നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം. ഇത് കൂടാതെ 2-3 ആപ്ലിക്കേഷനുകൾ കൂടെ കയ്യിലേക്ക് തരികയാണ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറയാൻ പോകുന്നത് കുളത്തിൻ്റെ ആഴം കുറഞ്ഞതുപോലെ തോന്നപ്പെടാൻ കാരണമായ പ്രതിഭാസം. ഇതാണ് കുളത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നു, ഇത് കുളത്തിൻ്റെ ഉപരിതലവും. പ്രകാശം അകത്തേക്ക് കടന്നു, ദിവിടെ തട്ടി തിരിച്ച് ജലത്തിലൂടെ സഞ്ചരിക്കുന്നു, ദിവിടം വരെ എത്തി. ഇവിടെ എത്തിയ പ്രകാശരശ്മി ഒരിക്കലും കണ്ടിന്യൂ ചെയ്ത് ഈ പാത്ത് പിന്തുടർന്ന് പോകാറില്ല, പകരം അത് ചെറുതായിട്ട് ഒന്ന് അപവർത്തനം സംഭവിച്ച് വളഞ്ഞു പോകുന്നു. കാണുന്ന എനിക്ക് ഒരിക്കലും പ്രകാശത്തെ വളച്ച്
കുളത്തിൻ്റെ അടിത്തട്ടിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കുളത്തിൻ്റെ അടിത്തട്ട് കാണുന്നു. ഇത്രയും ഉള്ള കുളത്തിൻ്റെ ആഴം എനിക്ക് എത്രയേ ഫീൽ ചെയ്യത്തുള്ളൂ? ഇത്രയും മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് കയ്യിലേക്ക് വന്നു. കുളത്തിൻ്റെ ആഴം കുറഞ്ഞതുപോലെ തോന്നപ്പെടാൻ കാരണമായ പ്രതിഭാസം അപവർത്തനം തന്നെ. കുളത്തിൻ്റെ അടിത്തട്ട് കുറച്ചുകൂടി മുകളിലേക്കായി തോന്നപ്പെടാൻ കാരണമായ പ്രതിഭാസം എന്താണെന്ന് വെച്ചാലും സെയിം റീസൺ തന്നെ, അത് അപവർത്തനം. അടുത്തതായി, ഇതേ കുളത്തിൽ ഒരു ഫിഷ് മീനുണ്ടെന്ന് വിചാരിച്ചേക്കുക. മീനിൽ നിന്നും പ്രകാശം മുകളിലേക്ക് പോകുന്നു, തട്ടി തിരിച്ചു പോകുന്നു. എനിക്കൊരിക്കലും ഒറിജിനൽ ഭാഗത്ത് മീനെ കാണാൻ പറ്റില്ല. മീൻ എവിടെയാണോ ഉള്ളത് അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലായിട്ട് മാത്രമേ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നുണ്ട് കാണാൻ സാധിക്കാറുള്ളൂ. നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫിഷ് ടാങ്കിലെ അല്ലെങ്കിൽ കുളത്തിലെ മത്സ്യം യഥാർത്ഥ സ്ഥാനത്തേക്കാൾ അല്പം മുകളിലായി തോന്നപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും അപവർത്തനം തന്നെ. അടുത്ത ആപ്ലിക്കേഷൻ, നല്ല ഉച്ച സമയത്ത് നാഷണൽ ഹൈവേയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തൊട്ടു മുന്നിൽ വെള്ളം ഒഴുകുന്നതായി നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചുട്ടുപഴുത്ത റോഡിന് മുകളിൽ ഓരോ വായു ലെയറിനും ഓരോരോ സാന്ദ്രത അല്ലെങ്കിൽ കട്ടിയായിരിക്കും. വരുന്ന പ്രകാശരശ്മി ഡയറക്റ്റ് ആയിട്ട് പോവില്ല, വളഞ്ഞ് 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 മാത്രമേ പോകത്തുള്ളൂ. ഇങ്ങനെ വളയുന്നതുകൊണ്ട് നമുക്ക് തൊട്ടു മുമ്പിൽ വെള്ളം ഒഴുകുന്നതായി തോന്നും. ചുട്ടുപഴുത്ത റോഡിന് മുകളിൽ വെള്ളം ഒഴുകുന്നതായി തോന്നാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതും അപവർത്തനം. ഇതേ പ്രതിഭാസം മരുഭൂമിയിൽ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മരീചിക എന്ന് പറയുന്നത്. മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ അതും പറഞ്ഞേക്കുക അപവർത്തനം ആണെന്ന്. ഇതോടെ അപവർത്തനവുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനും നമ്മൾ തീരുമാനമാക്കി, അപവർത്തനത്തിൽ നിന്ന് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ തീരുമാനമാക്കി നമ്മൾ പോകുന്നത് അടുത്ത പ്രകാശ പ്രതിഭാസം കാണാനായി. അടുത്ത പ്രകാശ പ്രതിഭാസമാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്താണ് അല്ലെങ്കിൽ വിസരണം എന്ന് പറഞ്ഞ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെ വിളിക്കുന്ന പേരാണ് വിസരണം എന്ന് പറയുന്നത്. സൂര്യനുണ്ട്, ഭൂമിയുണ്ട്. സൂര്യനെ ഭൂമിയെ കവർ ചെയ്തിരിക്കുന്ന സാധനം ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നു. സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നു. ശൂന്യതയാണ്, ആരും തട്ടാനോ തടയാനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം വളരെ വേഗത്തിൽ തന്നെ ഭൂമിയിലേക്ക് വരും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രകാശം കടന്നാൽ നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. ധാരാളം പൊടിപടലങ്ങളും ജലതന്മാത്രകളും മൂലക തന്മാത്രകളും നിറഞ്ഞതാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. പ്രകാശം വരുന്ന വഴിക്കൊരു പൊടിപടലിൽ തട്ടിയാൽ പ്രകാശത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് അവിടെ നിന്ന് ചെറുതായി ചിന്നി ചിതറി അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ പ്രകാശം ഒരു മാധ്യമത്തിൽ തട്ടി ചിന്നി ചിതറി പോകുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു മാധ്യമത്തിൽ പ്രകാശം തട്ടി ഉണ്ടാകുന്ന ഭാഗികം, ഫുള്ളായിട്ട് ഉണ്ടാവത്തില്ല, ക്രമരഹിതം, ഓർഡറും ഉണ്ടാവത്തില്ല, ഭാഗികവും ക്രമരഹിതവുമായിട്ട് പോകുന്ന പ്രതിഭാസം വിളിക്കുന്ന പേര് വിസരണം. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ആകാശത്തിൻ്റെയും കടലിൻ്റെയും നീല നിറത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിസരണമാണ്. പ്രകാശത്തിൽ 7 കളറുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ തൊട്ട് റെഡ് വരെ. എല്ലാ കളറും ഒരേപോലെയല്ല തട്ടിത്തെറിച്ച് അല്ലെങ്കിൽ വിസരിച്ചു പോകുന്നത്. ഓരോ കളറിനും ഓരോരോ വിസരണമാണ്. വിസരണം തട്ടിത്തെറിച്ചു പോകുന്നത് ഏറ്റവും കൂടിയ കളറാണ് വയലറ്റ് എന്ന് പറയുന്നത്. വിസരണം തട്ടിത്തെറിച്ചു പോകുന്നത് ഏറ്റവും കുറഞ്ഞ കളറാണ് റെഡ് അല്ലെങ്കിൽ ചുവപ്പ് എന്ന് പറയുന്നത്. വിസരണം ഏറ്റവും കൂടിയ കളർ വയലറ്റും വിസരണം ഏറ്റവും കുറഞ്ഞ കളർ റെഡും. ആകാശവും കടലും നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലുള്ള കളേഴ്സ് ആദ്യമേ തട്ടിത്തെറിച്ചു പോകുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് ആകാശവും കടലും നീല നിറത്തിൽ കാണുന്നുവെന്ന്. ആപ്ലിക്കേഷൻ പറഞ്ഞു. ആപ്ലിക്കേഷനിൽ പഠിക്കേണ്ട ഒരു പോയിന്റ് കൂടി, ആകാശത്തിൻ്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നും കടലിൻ്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നും. ഒരാൾ CV രാമനാണ്. കടലിൻ്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് CV രാമൻ. കടലിൻ്റെ നീലനിറം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചത് CV രാമനും. എന്നാൽ ആകാശത്തിൻ്റെ നീലനിറം CV രാമനല്ല വിശദീകരിച്ചത്. ആകാശത്തിൻ്റെ നീലനിറം വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയുമാണ്. മലയാളത്തിൽ റെയ്ലി പ്രഭു എന്ന് എഴുതി കാണാറുണ്ട്. ആകാശത്തിൻ്റെ നീലനിറം വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയാണ്. ഒരു ചോദ്യം കൂടുതലായി കണ്ടുവരുന്നത് ചന്ദ്രൻ്റെ ആകാശത്തിൻ്റെ കളർ എന്തെന്ന് കൂടി ചോദിക്കാറുണ്ട്. ചന്ദ്രൻ്റെ ആകാശത്തിൻ്റെ കളർ ബ്ലാക്ക്. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകാശമുണ്ടെങ്കിലും ചന്ദ്രന് അന്തരീക്ഷം ഉണ്ടാവില്ല. അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിച്ച വിസരണം നടക്കില്ല.
വിസരണം നടക്കാത്തതിനാലാണ് ചന്ദ്രൻ്റെ ആകാശം നമ്മൾ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. 2 ചോദ്യം. ചന്ദ്രൻ്റെ ആകാശം കാണപ്പെടുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ ഇത് ബ്ലാക്ക് ആണ്. എന്തുകൊണ്ട് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു വെച്ചാൽ ആകാശം ഉണ്ടെങ്കിലും അന്തരീക്ഷം ഇല്ലാത്തതിനാൽ വിസരണം നടക്കുന്നില്ല. ഇതുകൊണ്ടാണ് ആകാശം നമ്മൾ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. അടുത്ത പറയാൻ പോകുന്നത് ഒരു പ്രകാശ പ്രതിഭാസമല്ല, ഒരു പ്രതിഭാസം പഠിക്കാനായിട്ട് സമന്വിത പ്രകാശം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നു. സമന്വിത പ്രകാശം വലിയ കാര്യമൊന്നുമില്ല. 2 അതിലധികമോ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെ വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം. ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും ബ്ലൂ ലൈറ്റും കൂടി ചേർക്കുമ്പോൾ എനിക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. ഇങ്ങനെ 2 അതിലധികമോ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് 2 അതിലധികമോ വർണ്ണങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന പ്രകാശം വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. ഈ സമന്വിത പ്രകാശം വെച്ചാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക് പ്രകാശ പ്രകീർണനം. പ്രകാശ പ്രകീർണനം. ലൈറ്റിൽ നിന്ന് ചോദ്യം വരുമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ് പ്രകാശ പ്രകീർണനം. പക്ഷേ വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല. എന്താണ് പ്രകാശ പ്രകീർണനമെന്നും എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. തൊട്ടു മുമ്പ് കണ്ട സമന്വിത പ്രകാശം. സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. ഒരു വലിയ ഗ്ലാസ് പ്രിസം, ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഗ്ലാസ് പ്രിസം ഉണ്ടെന്ന് വിചാരിച്ചേക്കുക. ഇതിലകത്തേക്ക് സമന്വിത പ്രകാശം 2 അതിലധികമോ വർണ്ണങ്ങളുടെ കൂട്ടം ചെല്ലുന്നു. വൈറ്റ് ലൈറ്റാണ് പോകുന്നത് വിചാരിച്ചേക്കുക. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എല്ലാ കളേഴ്സിനും ഒരുപോലെ പോകാൻ സാധിക്കില്ല. ഇതിൽ 7 കളറുണ്ടെങ്കിൽ 7 കളറും അതിൻ്റെ ഘടകവർണ്ണമായി പിരിഞ്ഞാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. ഒരേ ഒരു ആപ്ലിക്കേഷൻ കയ്യിലേക്ക് തരുന്നു. പക്ഷെ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചത് പ്രകാശ പ്രകീർണനമാണ്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. അടുത്ത പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഉള്ളതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിഫലനം. കയ്യിലേക്ക് തരുന്നത് കുറച്ച് വെള്ളം, വാട്ടർ തരുന്നു, കുറച്ച് എയറും തരുന്നു. പ്രകാശം വെള്ളത്തിലൂടെ സഞ്ചരിച്ച് കറക്റ്റ് ബൗണ്ടറിയിൽ എത്തുന്നു. അടുത്ത ഭാഗത്തേക്ക് അപവർത്തനം സംഭവിക്കുന്നതിനാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകില്ല, അത് ചെറുതായിട്ട് വളഞ്ഞേ പോകത്തുള്ളൂ. അപവർത്തനം സംഭവിച്ച് വളഞ്ഞു പോകുന്നു. ഞാൻ ഈ ആംഗിൾ 30 ഡിഗ്രിയാണെന്ന് മെഷർ ചെയ്തെടുത്തു. ആംഗിൾ കുറച്ചുകൂടി കൂട്ടി ഒരു 35 ആക്കി. ഇതുവഴിയേ പോകേണ്ടതായിരുന്നു, അതുവഴിയും പോകത്തില്ല, അത് പിന്നെയും വളഞ്ഞ് ഇപ്പം പോകുന്നത് കറക്റ്റ് 2ൻ്റെയും ബൗണ്ടറിയിലൂടെയാണെന്ന് വിചാരിച്ചേക്കുക. ഞാൻ ആംഗിൾ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഞാൻ ആംഗിൾ വെള്ളത്തിലൂടെ പ്രകാശം പോകുന്ന ആംഗിൾ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഒരു 40 ഡിഗ്രിയാക്കി മാറ്റി. പ്രകാശം ഇതുവഴി പോകേണ്ടതായിരുന്നു, പോകത്തില്ല, വളയും. 30 ആയപ്പോഴത്തേക്ക് കുറച്ച് മുകളിലൂടെ പോയി, 35 ആയപ്പോഴത്തേക്ക് കറക്റ്റ് ബൗണ്ടറിയിലൂടെ പോയി. 40 ആയപ്പോൾ പ്രകാശം വെള്ളത്തിൽ തട്ടി തിരിച്ച് അകത്തേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ പ്രകാശം ഒരു സുതാര്യമായ മാധ്യമത്തിൽ തട്ടി അടുത്ത മാധ്യമത്തിലേക്ക് പോകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 2 മാധ്യമത്തിൻ്റെ അതിർത്തിയിൽ ഉണ്ടാകുന്ന മൊത്തം പ്രകാശത്തിൻ്റെ പ്രതിഫലനം അടുത്ത മാധ്യമത്തിലേക്ക് പോകാതെ മൊത്തമായിട്ട് അതേ മാധ്യമത്തിലേക്ക് തന്നെ കട്ടി കൂടിയതിൽ നിന്ന് കട്ടി കുറഞ്ഞതിലേക്ക് പ്രകാശം കടക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത മാധ്യമത്തിലേക്ക് കടക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രകാശം തിരിച്ചു വരുന്നുവെങ്കിൽ ആ പ്രതിഭാസം വിളിക്കുന്ന പേരാണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരങ്ങൾ കൈമാറുന്നത് ഇങ്ങനെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഈ ഗ്ലാസ്സിലേക്ക് പ്രകാശത്തെ കടത്തിവിടും. ഈ വന്നു വീഴുന്ന ആംഗിൾ പുറത്തേക്ക് പോകാതെ പ്രകാശത്തെ അകത്തേക്ക് തന്നെ കടത്തിവിടും. ഇത് തിരിച്ച് ഇവിടെ എത്തുന്നു, തിരിച്ച് ഗ്ലാസ്സിലൂടെ സഞ്ചരിക്കുന്നു. ഈ ഗ്ലാസ്സിലൂടെ പ്രകാശം സഞ്ചരിച്ച് മറുവശത്ത് എത്തുകയും ചെയ്യും. ഈ പ്രകാശത്തെ കളക്ട് ചെയ്യുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ കൂടെ പോയ ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും ലോസ് സംഭവിക്കാതെ, നഷ്ടം സംഭവിക്കാതെ മൊത്തം ഇൻഫർമേഷനും നമുക്കിവിടെ കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻഡോസ്കോപ്പിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ആന്തരിക അവയവങ്ങൾ കാണാനായി
എൻഡോസ്കോപ്പി ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളും ഇത് തന്നെ. ഗ്ലാസ് ട്യൂബിനെ വായിലേക്ക് കടത്തിവിടും. പ്രകാശത്തെ കടത്തിവിട്ട് പൂർണ്ണാന്തരിക പ്രതിഫലനം വഴി ലൈറ്റ് അകത്തെത്തി അവിടെ നിന്ന് പ്രകാശത്തെ തിരിച്ചെത്തി നമുക്ക് ആന്തരിക അവയവങ്ങൾ കാണാനായി സാധിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം. വജ്രം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രകാശം അകത്തേക്ക് കടന്നു, വളഞ്ഞ് സഞ്ചരിച്ചു, ഇവിടെ എത്തി പുറത്തേക്ക് കടക്കാതെ പൂർണ്ണാന്തരിക പ്രതിഫലനം വഴി പ്രകാശം തിരിച്ച് മറുവശത്തേക്ക് പോകുന്നു. ഇവിടെയും എത്തി, ഇവിടുത്തെ പ്രകാശം പിന്നെയും അകത്തേക്ക് തന്നെ പോകുന്നു, ഇവിടുത്തെ പ്രകാശം പിന്നെയും അകത്തേക്ക് തന്നെ പോകുന്നു. വജ്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന പ്രകാശം പുറത്തു പോകാതെ അതിനുള്ളിൽ തന്നെ പൂർണ്ണാന്തരിക പ്രതിഫലനം സംഭവിച്ച് സഞ്ചരിക്കുന്നതിനാലാണ് വജ്രം നല്ല രീതിയിൽ തിളങ്ങി കാണുന്നത്. വണ്ടികളുടെ റിഫ്ലക്റ്റർ പ്രവർത്തിക്കുന്ന തത്വം ഏതാണെന്ന് ചോദിച്ചാൽ അതും പറയേണ്ടത് പൂർണ്ണാന്തരിക പ്രതിഫലനം തന്നെ. അടുത്ത പ്രതിഭാസം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അധികം ചോദ്യം കണ്ടുവരാത്ത എന്നാൽ വല്ലപ്പോഴും ചോദ്യം കണ്ടുവരുന്ന സെക്ഷനാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. പ്രകാശരശ്മികൾ സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങളിൽ പതിച്ച് ഇവയിൽ നിന്നും ഇലക്ട്രോണുകൾ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. എൻ്റെ കയ്യിൽ സോഡിയം, പൊട്ടാസ്യം പോലുള്ള മൃദുലോഹങ്ങൾ, സോഫ്റ്റ് മെറ്റൽ ഉണ്ടെന്ന് വിചാരിച്ചേക്കുക. ഇതിലകത്തേക്ക് പ്രകാശം വന്ന് പതിച്ചാൽ ഇതിൽ നിന്ന് ഇവ ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കി പുറത്തേക്ക് വിടും. ഇങ്ങനെ സോഡിയം, പൊട്ടാസ്യം പോലുള്ള മൃദുലോഹങ്ങളിൽ പ്രകാശം വന്ന് തട്ടി ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം നൽകി ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. രണ്ട് ശാസ്ത്രജ്ഞൻ്റെ പേരുകൾ കൂടി പഠിക്കണം. ഫസ്റ്റ് പേര് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത്, രണ്ടാമത്തത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. രണ്ടും രണ്ട് വ്യക്തികളാണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതും അതിൽ നോബൽ പ്രൈസ് വാങ്ങിച്ചെടുത്തതും അത് ഹെൻറിച്ച് ഹെർട്സ് അല്ല, അത് നമുക്കറിയാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ച് നോബൽ പ്രൈസ് വാങ്ങിച്ചത്. രണ്ട് ചോദ്യം, കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ്, വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനും. അടുത്ത ടോപ്പിക് ഡിഫ്രാക്ഷൻ. മലയാളമില്ല, ഇംഗ്ലീഷ് തന്നെയാണ് ഡിഫ്രാക്ഷൻ വരാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഡിഫ്രാക്ഷനും അടുത്ത് വരുന്ന ഇൻ്റർഫറൻസും. ഡിഫ്രാക്ഷൻ സംഭവം ഏറ്റവും സിമ്പിളാക്കി പറയുകയാണെങ്കിൽ പ്രകാശം ഒരു അതാര്യമായ വസ്തുവിൻ്റെ തുമ്പത്ത് തട്ടി ഇവിടെ നിന്ന് വളഞ്ഞ് പോകുന്ന, പ്രകാശം വളയാറില്ല സാധാരണഗതിയിൽ, എന്നാൽ തുമ്പത്ത് വന്ന് തട്ടി വളഞ്ഞ് സഞ്ചരിക്കുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശം ഒരു അതാര്യമായ വസ്തുവിന് ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. ഒരേ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കണം, സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾക്ക് കാരണം. ഒരു ആപ്ലിക്കേഷൻ കൂടി പഠിച്ചു വെക്കാം, നിഴൽ ഷാഡോയുടെ അരികു ഭാഗം മാത്രം പടർന്നിരിക്കാൻ കാരണമായ പ്രതിഭാസം ഡിഫ്രാക്ഷൻ തന്നെ. രണ്ട് ആപ്ലിക്കേഷൻ ആയിരുന്നു, സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾക്ക് കാരണവും നിഴലിൻ്റെ അരികു ഭാഗം ക്രമരഹിതമായി കാണപ്പെടാൻ കാരണവും. ഒരേ കാര്യം തന്നെ ഡിഫ്രാക്ഷൻ. പ്രകാശം അതാര്യമായ വസ്തുവിൽ വന്ന് തട്ടി അവിടെ നിന്ന് വളഞ്ഞ് സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ലെവലിന് കൂടുതലായി കണ്ടുവരുന്ന ചോദ്യമാണ് ഡിഫ്രാക്ഷൻ. അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് ഇൻ്റർഫറൻസ്. ഇവിടെയും മലയാളമില്ല, ഇംഗ്ലീഷ് തന്നെയാണ് കണ്ടുവരാറുള്ളത്. ഇൻ്റർഫറൻസ് എക്സാമിന് കൂടുതലായി കണ്ടുവരുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും. തരംഗങ്ങളുടെ അതിവ്യാപനം മൂലം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കുണ്ടാവുന്ന വ്യത്യാസമാണ് ഇൻ്റർഫറൻസ് എന്നറിയപ്പെടുന്നത്. പ്രകാശം തരംഗമാണെന്ന് പറഞ്ഞു. ഒരു പ്രകാശ തരംഗവും വേറൊരു പ്രകാശ തരംഗവും കൂടി വന്നാൽ ഇത് രണ്ടും കൂടി ചേർന്ന് വലിയ പ്രകാശ തരംഗങ്ങൾ രൂപപ്പെടാം. ഇങ്ങനെ രൂപപ്പെടുന്ന അതിൻ്റെ തീവ്രതയിൽ വ്യത്യാസം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സോപ്പ് കുമിളയുടെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം ഏതെന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. സോപ്പ് കുമിളയുടെ തിളക്കത്തിന് അല്ലെങ്കിൽ വർണ്ണ നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് ഇൻ്റർഫറൻസ്. അടുത്തതായി കാണാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ സിദ്ധാന്തങ്ങളും അതിൻ്റെ ഉപജ്ഞാതാക്കളും. ഇന്നേ വരെ എക്സാമിന് സിദ്ധാന്തം വിശദീകരിച്ച് ചോദിക്കുകയോ സിദ്ധാന്തം തന്ന് ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. സിദ്ധാന്തത്തിൻ്റെ പേര് തരും, ഇത് ഏത് സിദ്ധാന്തമാണെന്നല്ല, ഇത് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിദ്ധാന്തവും അതിൻ്റെ കണ്ടുപിടിച്ച ശാസ്ത്രൻ്റെ പേരുമാണ് ആവശ്യം. ഫസ്റ്റ് വൺ, തരംഗ സിദ്ധാന്തം. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാന്ന് വെച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അടുത്തത് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം. പ്രകാശം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, വൈദ്യുതിയുടെയും കാന്തത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നു പറയുന്ന വൈദ്യുതകാന്തിക സിദ്ധാന്തം.
ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം, പ്രകാശം ഊർജം ചെറിയ പാക്കറ്റായിട്ട് പോകുന്നു എന്ന് പറയുന്നത് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന പ്രതിഭാസം സിദ്ധാന്തം ആരുടേതെന്ന് വെച്ചാൽ അത് മാക്സ് പ്ലാങ്കിൻ്റെയാണ്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്നാണ് ചോദിക്കാറുള്ളത്, അത് മാക്സ് പ്ലാങ്ക് ആണ്. അടുത്തത് പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണതത്വം. സൂര്യപ്രകാശത്തിൽ 7 കളറുണ്ടെന്നും പ്രാഥമിക വർണ്ണം 3 എണ്ണമാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രീൻ, റെഡ്, ബ്ലൂ ആണ്. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാന്ന് വെച്ചാൽ അത് തോമസ് യങ് ആണ്. തോമസ് യങ്ങിൻ്റെ പേര് ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത്. ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് വെച്ചാൽ അതും തോമസ് യങ് തന്നെയാണ്. അടുത്തത് പ്രകാശം എന്ന് പറയുന്നത് തരംഗമാണെന്ന് പറഞ്ഞു. ഏത് തരം തരംഗമാണെന്ന് വെച്ചാൽ അത് അനുപ്രസ്ഥ തരംഗമാണ്. ഇനി പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് തെളിയിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിച്ച ആരാന്ന് വെച്ചാൽ പറയേണ്ടത് അഗസ്റ്റ് ഫ്രണലിൻ്റെ പേര്. ചോദ്യം വരുന്നത് അഗസ്റ്റ് ഫ്രണലിൻ്റെ കാര്യം മാത്രമല്ല, പ്രകാശം ഏത് തരംഗമാണ് എന്നാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. ആൻസർ അനുപ്രസ്ഥ തരംഗം. ഓർത്തിരിക്കാനായി അനുപ്രസ്ഥത്തിൽ ഒരു പ്രാ കിടപ്പുണ്ട്. ഏത് എക്സാമ്പിൾ എന്ന് വെച്ചാൽ അതേ പ്രായുള്ള പ്രകാശം പറഞ്ഞേക്കുക. ഇതുപോലെ ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്. അനുപ്രസ്ഥ തരംഗം ഒരു തരംഗമാണെങ്കിൽ അടുത്തത് ദൈർഘ്യ തരംഗം രണ്ടാമത്തെ തരംഗമാണ്. ഇതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ശബ്ദം എന്ന് പറയുന്നത് അത് അനുദൈർഘ്യ തരംഗമാണ്. ഇവിടെയും ഓർത്തിരിക്കാൻ തരുന്നു, ശബ്ദത്തിലൊരു ദാ കിടപ്പുണ്ട്, അനുദൈർഘ്യത്തിലൊരു ദാ കിടപ്പുണ്ട്, ശബ്ദത്തിലൊരു ദാ കിടപ്പുണ്ട്. പഠിച്ചു വെച്ചാലും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അനുപ്രസ്ഥത്തിൽ ഒരു പ്രാ കിടപ്പുണ്ട്, അതെങ്ങോട്ട് ലിങ്ക് ചെയ്തേക്കുക, പ്രകാശത്തിലേക്ക് ലിങ്ക് ചെയ്തേക്കുക. അനുദൈർഘ്യത്തിലൊരു ദാ കിടപ്പുണ്ട്, അത് ശബ്ദത്തിൻ്റെ ദായിലേക്കും ലിങ്ക് ചെയ്തേക്കുക. ഇങ്ങനെ ലിങ്ക് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓർത്തിരിക്കാനായി സാധിക്കും. അടുത്തത് കാണാൻ പോകുന്നത് പ്രകാശം അതാര്യ വസ്തുക്കളിലും സുതാര്യ വസ്തുക്കളിലും വന്ന് പതിച്ചാൽ ഒബ്ജക്റ്റ് ഏത് നിറത്തിലാണോ അതേ നിറത്തിൽ കാണണം എന്ന് ഒരു നിർബന്ധവുമില്ല. വന്ന് വീഴുന്ന പ്രകാശത്തെ അനുസരിച്ചാണ് നാം ഒരു വസ്തുവിനെ ഏത് കളറിൽ കാണപ്പെടണം എന്ന് തീരുമാനിക്കുന്നത്. മഞ്ഞ പ്രകാശം വന്ന് ചുവന്ന പൂവിൽ വീണിട്ടുണ്ടെങ്കിൽ, ചുവന്ന പ്രകാശം വന്ന് മഞ്ഞ പൂവിൽ വീണിട്ടുണ്ടെങ്കിൽ, ചുവന്ന പ്രകാശം വന്ന് പച്ച പൂവിൽ വീണിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ കളർ എന്താണോ ആ കളറിൽ കാണണമെന്ന് ഒരു നിർബന്ധവും പറയുന്നില്ല. വന്ന് വീഴുന്ന പ്രകാശം അനുസരിച്ച് ആ വസ്തു കാണപ്പെടുന്ന കളർ അങ്ങോട്ട് ചേഞ്ച് ആകും എന്ന് പറയുന്നു. ആദ്യം തന്നെ വന്ന് വീഴുന്ന പ്രകാശം 3 എണ്ണം കയ്യിലേക്ക് വരുന്നു. ചുവപ്പ്, പച്ച, നീല 3 പ്രാഥമിക വർണ്ണങ്ങൾ കയ്യിലേക്ക് വരുന്നു. വന്ന് വീഴുന്ന പ്രകാശം ഒന്നുകിൽ ചുവപ്പാവാം, അല്ലെങ്കിൽ പച്ചയാകാം, അല്ലെങ്കിൽ നീലയാകാം. ഇത് തന്നെ വ്യത്യസ്ത ഒബ്ജക്റ്റുകൾ പച്ച ഇലയിൽ വന്ന് വീഴാം, ചുവന്ന പൂവിൽ വന്ന് വീഴാം, മഞ്ഞ പൂവിൽ വന്ന് വീഴാം. ഏത് വർണ്ണത്തിൽ കാണപ്പെടും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ബോക്സ് കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കേസാണ്. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ചുവന്ന പ്രകാശം പച്ച ഇലയിൽ വന്ന് വീഴുന്നെന്ന് വിചാരിക്കുക. വന്ന് വീഴുന്ന ലൈറ്റ് റെഡാണ്. വന്ന് വീഴുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഒബ്ജക്റ്റുമാണ്. റെഡ് എന്ന് പറയുന്നത് ഒരേ ഒരു കളർ മാത്രം, ഗ്രീൻ എന്ന് പറയുന്നതും ഒരേ ഒരു കളർ മാത്രം. എങ്ങനെയാണ് ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ വന്ന് വീണാൽ ഏത് കളറിൽ കാണപ്പെടും എന്ന് തീരുമാനിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശത്തെ ആ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുപോയി പതിപ്പിക്കുക. വന്ന പ്രകാശം അതിനുള്ളിലുണ്ടെങ്കിൽ, വന്ന പ്രകാശം റെഡാണ്, ആ റെഡ് ആ ഒബ്ജക്റ്റിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും, ഇല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാറില്ല. റെഡ് വന്ന് വീണു, അതിൻ്റെ ഉള്ളിൽ റെഡ് ഇല്ല, ഗ്രീൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റ് റെഡ് കളറിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കില്ല, ഗ്രീൻ കളറിനെയും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കത്തില്ല. പുറത്തേക്ക് ഒരു കളറും പുറത്തേക്ക് ഒരു ലൈറ്റും വന്നിട്ടില്ല. ഒരു ഒബ്ജക്റ്റ് ഒരു കളറിനെയും പുറത്ത് വിട്ടില്ല എങ്കിൽ, ഇവിടെ പച്ചയില്ല എന്ന് പറയുന്നത് ഒരു കളറിനെയും പുറത്ത് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണപ്പെടുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഇതേപോലെ ചുവന്ന പ്രകാശം ചുവന്ന പൂവിൽ വന്ന് വീഴുകയാണെന്ന് വിചാരിച്ചേക്കുക. ചുവന്ന പ്രകാശം റെഡ് പൂവിൽ വന്ന് വീഴുന്നു. റെഡിൻ്റെ ഉള്ളിൽ എത്ര കളറുണ്ടെന്ന് വെച്ചാൽ റെഡ് മാത്രമേ ഉള്ളൂ. ഈ ചുവന്ന പൂവിൽ ഏതാ കളറുണ്ടെന്ന് വെച്ചാൽ ചുവപ്പ് മാത്രമുണ്ട്. ചുവപ്പ് വന്ന് ചുവപ്പിൽ വീഴുന്നു, റെഡ് വന്ന് റെഡിൽ വീഴുന്നു. ഇതിന് വന്ന ലൈറ്റ് റെഡാണ് വരുന്നത്. റെഡ് അതിനുള്ളിലുണ്ടെങ്കിൽ, റെഡ് എന്ന് പറഞ്ഞ കളർ അതിനുള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് റെഡിനെ പുറത്തേക്ക് വിടും. പുറത്ത് വന്ന കളർ ഏതാണെന്ന് നോക്കേണ്ടത്. പുറത്ത് വന്ന കളർ എന്ന് പറയുന്നത് റെഡാണ്. അതുകൊണ്ട് അത് ഏത് കളറിൽ കാണപ്പെടും, ചുവപ്പായിട്ട് കാണപ്പെടും. അടുത്തത് ഇതേ റെഡ് കളർ വന്ന് വീഴുന്നത് ഒരു യെല്ലോ പൂവിലാണ് വന്ന് വീഴുന്നത്. യെല്ലോ പൂവിൽ, ഒരു മഞ്ഞ പൂവിലാണ് വന്ന് വീഴുന്നത്.
റെഡിൽ എത്ര കളർ ഉണ്ടെന്ന് വെച്ചാൽ റെഡ് മാത്രമേ ഉള്ളൂ. യെല്ലോ എന്ന് പറയുന്നത് ഒരു കളറല്ല, പകരം 2 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ. യെല്ലോയിൽ ഏതാ കളർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ട്രയാങ്കിൾ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കും. GRBYMC. റെഡ് യെല്ലോ എന്ന് പറയുന്നത് ഒരു കളറല്ല, പകരം 2 കളറിൻ്റെ കോമ്പിനേഷൻ. യെല്ലോയിൽ എന്തൊക്കെയുണ്ട്? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. വന്ന് വീഴുന്നത് റെഡാണ്. റെഡ് അതിലുണ്ടെങ്കിൽ അത് അതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. റെഡ് ഉള്ളതുകൊണ്ട് റെഡിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു. ഏത് കളറിൽ കാണപ്പെടും തീരുമാനിക്കുന്നത് പുറത്ത് വന്ന കളർ ഉപയോഗിച്ച്. റെഡാണ് പുറത്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഏത് കളറിൽ കാണപ്പെടുന്നത്? ചുവപ്പായിട്ട് തന്നെ കാണപ്പെടും. ചുവന്ന ലൈറ്റ് മഞ്ഞപ്പൂവിൽ വന്ന് വീണാൽ അതിൻ്റെ ഉള്ളിൽ ചുവപ്പുള്ളത് കൊണ്ട് അത് റെഡിനെ പുറത്ത് വിടും. ഏത് കളറിൽ കാണപ്പെടും? റെഡായിട്ട് തന്നെ കാണപ്പെടും. പച്ച ലൈറ്റ് പച്ച പൂവിൽ വന്ന് വീഴുന്നു, പച്ച ഇലയിൽ വന്ന് വീഴുന്നു. ഏത് കളറിൽ കാണപ്പെടാം? പച്ചയായിട്ട്. പച്ച അതിൽ കിടപ്പുണ്ട്. ഇനി വന്ന് വീഴുന്നത് ലൈറ്റ് വരുന്നു, ഗ്രീൻ ലൈറ്റാണ് വരുന്നത്. വന്ന് വീഴുന്നത് റെഡ് പൂവിലാണ്. റെഡിൻ്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് കളർ മാത്രമേ ഉള്ളൂ. ഗ്രീൻ വന്ന് വീഴുന്നു. ഇതിൻ്റെ ഉള്ളിലും ഗ്രീൻ ഉണ്ടെങ്കിൽ ഇത് ഗ്രീനെ പുറത്ത് വിടുന്നു പറയുന്നു. ഇതിനുള്ളിൽ ഗ്രീൻ ഉണ്ടോ? ഗ്രീൻ ഇല്ല. അതുകൊണ്ട് ഒരു ലൈറ്റിനെയും ഇത് പുറത്തേക്ക് വിടത്തില്ല. ഒരു ലൈറ്റിനെയും പുറത്തേക്ക് വിടാത്തത് കൊണ്ട് തന്നെ ഇത് കാണപ്പെടുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ട് കാണപ്പെടുന്നത്. പച്ച മഞ്ഞയിലാണ് വന്ന് വീഴുന്നത് വിചാരിച്ചേക്കുക. ഗ്രീൻ ലൈറ്റ് വരുന്നു, വന്ന് വീഴുന്നത് യെല്ലോ പൂവിൽ. യെല്ലോയിൽ ഓൾറെഡി എന്താ കിടപ്പുണ്ട്? ഗ്രീനും കിടപ്പുണ്ട്, റെഡും കിടപ്പുണ്ട്. ഗ്രീനാണ് വന്ന് വീഴുന്നത്. ഗ്രീൻ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഗ്രീനെ മാത്രം അത് പുറത്തേക്ക് വിടും. റെഡ് വരാത്തതുകൊണ്ട് റെഡിനെ ഒന്നും പുറത്തേക്ക് വിടത്തില്ല. പുറത്തേക്ക് വന്നത് ഒരേ ഒരു കളർ ഗ്രീനാണ് വന്നത്. അതുകൊണ്ട് പച്ചപ്രകാശം മഞ്ഞപ്പൂവിൽ വന്നാൽ അത് പച്ചയായിട്ട് തന്നെ കാണപ്പെടും. ലാസ്റ്റ് വൺ നീല. നീല വന്ന് പച്ചപ്പൂവിൽ വീഴുന്നു. ബ്ലൂ ആണ് വന്ന് ഏതിൽ വീഴുന്നത്? ഗ്രീനിലേക്ക് വീഴുന്നത്. ഇതിനുള്ളിൽ ഗ്രീൻ മാത്രം. ബ്ലൂ വന്ന് വീണു. ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഗ്രീനെ പുറത്തേക്ക് വിടത്തില്ല. ഏത് കളറിൽ കാണപ്പെടും? ബ്ലാക്ക് ആയിട്ട് കാണപ്പെടും. അടുത്തത് നീല വന്ന് വീഴുന്നത് റെഡിലേക്കാണെന്ന് പറയുന്നു. റെഡിലേക്ക് വന്ന് വീഴുന്നു. ഇതിൻ്റെ ഉള്ളിൽ റെഡാണുള്ളത്. ബ്ലൂ വന്ന് വീഴുന്നു. റെഡ് ഉണ്ടോ? ബ്ലൂ വന്ന് വീഴുന്നു. ഉള്ളിൽ ബ്ലൂ ഉണ്ടോ എന്ന് വെച്ചാൽ ബ്ലൂ ഇല്ല. അതുകൊണ്ട് ലൈറ്റിനെ പുറത്തേക്ക് വിടത്തില്ല. ഏത് കളറിൽ കാണപ്പെടും? ബ്ലാക്ക് ആയിട്ട് കാണപ്പെടും. നീല വന്ന് മഞ്ഞപ്പൂവിൽ വീഴുന്നു. നീല വന്ന് മഞ്ഞപ്പൂവിൽ. യെല്ലോ എന്ന് പറഞ്ഞ പൂവിൽ എന്തൊക്കെ കളർ ഉണ്ടാകും? ഉള്ളിൽ ഗ്രീൻ ഉണ്ടാകും, റെഡ് ഉണ്ടാകും. ബ്ലൂ ആണ് വന്ന് വീണത്. ഉള്ളിൽ ബ്ലൂ ഉണ്ടോ? ബ്ലൂ ഇല്ല. ബ്ലൂ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കത്തില്ല. ഒരു ലൈറ്റിനെയും പുറത്ത് വിടത്തില്ല. ഒരു ലൈറ്റും ഈ മഞ്ഞപ്പൂവ് പുറത്ത് വിടാത്തതുകൊണ്ട് അത് കാണപ്പെടുന്ന കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എക്സാമിന് ഒരു ലൈറ്റ് തരും, ഒരു ഒബ്ജക്റ്റും തരും. വന്ന ലൈറ്റിനെ, ഏതാണോ ലൈറ്റ് അതിനെ എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ യെല്ലോ ആണ് വന്നതെങ്കിൽ യെല്ലോയിൽ 2 ലൈറ്റ് ഉണ്ട്. ഏതൊക്കെ? ഗ്രീനും റെഡും. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മജന്ത പൂവാണെങ്കിൽ മജന്തയിലും 2 കളറുണ്ട്, റെഡും ബ്ലൂവും. ഗ്രീൻ ലൈറ്റ് അതിനകത്തേക്ക് പോകുന്നുണ്ട്. ഇതിൽ ഗ്രീൻ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് വിടാൻ പാടില്ല. റെഡ് ഉണ്ട്, റെഡ് 2ാമത് ലൈറ്റ് പോകുന്നുണ്ട്. റെഡ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് വിടാം. ഇനി പോകാൻ ലൈറ്റ് ഒന്നുമില്ല, 2 ലൈറ്റ് ഉണ്ടാകുമല്ലോ, അതിനെ വിട്ടു. ഗ്രീൻ ഇത് അബ്സോർവ് ചെയ്തു, റെഡിനെ ഇത് റിഫ്ലക്ട് ചെയ്തു. പുറത്ത് വന്ന കളർ റെഡ് ആയതുകൊണ്ട് ഏത് കളറിൽ കാണപ്പെടുക? റെഡായിട്ട് കാണപ്പെടും. തൊട്ടു മുമ്പ് കണ്ടത് പ്രകാശം ഒരു അതാര്യമായ മാധ്യമത്തിൽ പ്രകാശത്തെ കടത്തി വിടാത്ത വസ്തുവിൽ വന്ന് വീണാൽ എന്ത് സംഭവിക്കുന്ന കണ്ടത്. ഇനി കാണാൻ പോകുന്നത് പ്രകാശം ഒരു സുതാര്യമായ പ്രകാശത്തെ കടത്തി വിടുന്ന വസ്തുവിൽ വന്ന് വീണാൽ അത് ഏത് കളറിൽ കാണപ്പെടുന്നു. ഇവിടെ എടുക്കുന്നത് ഗ്ലാസ് പേപ്പറിൻ്റെ നിറം. ഒരു ഗ്ലാസ് പേപ്പർ ഞാൻ എടുക്കും. ഒരു ഗ്ലാസ് പേപ്പർ, കളറുള്ള ഗ്ലാസ് പേപ്പർ എടുക്കും. എന്നിട്ട് അതിനെ ഞാൻ ഒരു വസ്തു വെച്ച് നോക്കാൻ പോവുകയാണ്. ഗ്ലാസ് പേപ്പറിൽ നിന്ന് പച്ച ലൈറ്റ് വരുന്നു. പച്ച ഇലയിലേക്കാണോ വന്ന് വീഴുന്നതെങ്കിൽ എനിക്ക് ഏത് കളറിൽ കാണപ്പെടാൻ പറ്റിയത്? പച്ചയായിട്ട് കാണപ്പെടും. അടുത്തത് ഗ്ലാസ് പേപ്പറിൽ നിന്ന് പച്ച ലൈറ്റ് പോകുന്നു. വെള്ളക്കടലാസാണ് കാണുന്നത്. വെള്ളക്കടലാസിൽ എന്തെല്ലാം കളർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറുണ്ട്, റെഡ് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്. പച്ച മാത്രമാണ് വരുന്നത്. പച്ച അതിൽ കിടക്കുള്ളതുകൊണ്ട് പച്ച അതിലുള്ളത് കൊണ്ട് പച്ചയെ അത് പുറത്ത് വിടും, ഗ്രീനെ പുറത്ത് വിടും. ഏത് കളറിൽ കാണപ്പെടും? പച്ചയായിട്ട് കാണപ്പെടും. അടുത്തത് പച്ച ലൈറ്റാണ് വരുന്നത്. ചുവന്ന പൂവിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡിൻ്റെ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. ഗ്രീനാണ് പോയത്. ഉള്ളിൽ ഗ്രീൻ ഉണ്ടോ നോക്കി, ഗ്രീൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? അത് പുറത്തേക്ക് വിടത്തില്ല. ഒന്നും പുറത്തേക്ക് വന്നില്ല എങ്കിൽ അത് കാണപ്പെടുന്ന കളർ ഏതാണെന്ന് പറഞ്ഞത് കറുപ്പാണെന്ന് പറഞ്ഞു. പച്ച വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. അടുത്ത പോകുന്നത് നീല ഗ്ലാസ് പേപ്പർ നോക്കുന്നത് സെയിം പ്രിൻസിപ്പിൾ തന്നെ. നീലയിൽ നിന്ന് പോകുന്ന കളർ ബ്ലൂ ലൈറ്റാണ് പോകുന്നത്. പച്ച ഇലയിലേക്ക് പോകുന്നുവെങ്കിൽ പച്ചയിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഗ്രീൻ മാത്രമേ ഉള്ളൂ. ബ്ലൂ വന്ന് വീണു. ഉള്ളിൽ ബ്ലൂ ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് അത്
പുറത്തേക്ക് വിടത്തില്ല. ഉണ്ടെങ്കിൽ പുറത്ത് വിട്ടേനെ, ഇല്ലാത്തത് കൊണ്ട് പുറത്ത് വിടത്തില്ല. പുറത്തൊരു ലൈറ്റും വരാത്തത് കൊണ്ട് ഏത് കളറിൽ കാണപ്പെടുന്നത്? കറുപ്പായിട്ട് കാണപ്പെടും. അടുത്തത്, നീല ലൈറ്റ് വീഴുന്നത് വെള്ളക്കടലാസിലേക്കാണ്. വെള്ളക്കടലാസിൽ എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. വന്ന് വീഴുന്നത് ബ്ലൂ ലൈറ്റാണ് വന്ന് വീഴുന്നത്. ബ്ലൂ അതിൻ്റെ ഉള്ളിൽ കിടപ്പണമെന്ന് വെച്ചാൽ ബ്ലൂ അതിനുള്ളിൽ കിടക്കുന്നു, അതുകൊണ്ട് അത് ബ്ലൂവിനെ പുറത്ത് വിടും. ഏത് കളറിൽ കാണപ്പെടും? ബ്ലൂ ആയിട്ട് കാണപ്പെടും. നീല വന്ന് വീഴുന്നത് ചുവന്ന പൂവിലേക്ക്. ചുവന്ന പൂവിൽ എന്തുണ്ടെന്ന് വെച്ചാൽ റെഡ് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ, നീലയാണ്, ബ്ലൂ ആണ് വന്ന് വീണത്. ഉള്ളിൽ ബ്ലൂ ഉണ്ടോ നോക്കി, ബ്ലൂ ഇല്ല, ഇല്ലാത്തത് കൊണ്ട് ഇത് പുറത്തേക്ക് പോകത്തില്ല. ഏത് കളറിൽ കാണപ്പെടും? ഒരു കളറും പുറത്ത് വരാത്തത് കൊണ്ട് ഇത് കറുപ്പായിട്ട് കാണപ്പെടുന്നു. അടുത്തത്, മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുന്നു. മഞ്ഞ എന്ന് പറയുന്നത് ഒരു കളറല്ല, പകരം ഗ്രീനിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷനാണ് യെല്ലോ എന്ന് പറയുന്നത്. വരുന്നതിൽ ഗ്രീനും ഉണ്ട്, മഞ്ഞയിൽ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. പച്ച ഇലയിൽ എന്തെല്ലാം കമ്പൗണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കമ്പൗണ്ട് മാത്രം ഉള്ളൂ. ഇനി ഗ്രീൻ വന്ന് വീണാൽ, ഉള്ളിൽ ഗ്രീൻ ഉള്ളത് കൊണ്ട് ഗ്രീൻ ലൈറ്റ് വന്ന് വീഴുന്നു, ഉള്ളിൽ ഗ്രീൻ ഉള്ളതുകൊണ്ട് ഇത് ഗ്രീനിനെ പുറത്ത് വിടും. റെഡ് വന്ന് വീണാൽ പുറത്ത് വിടത്തില്ല, കാര്യം ഇതിനുള്ളിൽ റെഡ് ഇല്ല. അവസാനം പുറത്ത് വന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഗ്രീനാണ്. ഏത് കളറിൽ കാണപ്പെടുന്നത്? പച്ചയായിട്ട് തന്നെ കാണപ്പെടും. ഇനി മഞ്ഞ ഗ്ലാസ്സിലൂടെ നോക്കുന്നു. ഗ്രീനും റെഡുമാണ് മഞ്ഞയിലുള്ളത്. വെള്ളക്കടലാസിൽ എന്തെല്ലാം കമ്പൗണ്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഗ്രീൻ വന്ന് വീഴുന്നു, ഗ്രീൻ ഉണ്ടോ? ഉണ്ട്, അതുകൊണ്ട് അത് ഗ്രീനെ പുറത്ത് വിടും. റെഡ് വന്ന് വീഴുന്നു, റെഡ് ഉണ്ടോ? ആ റെഡും ഉണ്ട്, റെഡിനെയും പുറത്ത് വിടും. ഇനി പോകാൻ ലൈറ്റ് ഒന്നുമില്ല. പുറത്തേക്ക് വരുന്നത് ഒരു കളറല്ല, രണ്ട് കളർ, ഗ്രീനും റെഡും. രണ്ട് ലൈറ്റ് വന്നാൽ രണ്ടായിട്ട് കാണില്ല, ഗ്രീനും റെഡും കൂടി ചെന്നാൽ ഏത് കളറാണോ അതിലാണ് കാണപ്പെടാൻ പോകുന്നത്. ഗ്രീനും റെഡും കൂടി ചെന്നാൽ മഞ്ഞ ഫോം ചെയ്യും. എന്തായിട്ട് കാണപ്പെടുന്നത്? മഞ്ഞയായിട്ട് കാണപ്പെടും. അടുത്തത്, മഞ്ഞ ലൈറ്റ് ചുവന്ന പൂവിൽ വന്ന് വീണാൽ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മഞ്ഞയിൽ എന്താ കളറുണ്ട്? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ചുവന്ന പൂവിൽ എന്തൊരു കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ? റെഡ് കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. ഗ്രീൻ ലൈറ്റ് വന്ന് വീഴുന്നു, ഗ്രീൻ ഉണ്ടോ? ഇല്ല, അതുകൊണ്ടത് പുറത്തേക്ക് വിടത്തില്ല. റെഡ് വന്ന് വീഴുന്നു, റെഡ് ഉണ്ടോ? ആ റെഡ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് റെഡിനെ പുറത്തേക്ക് വിടും. ഇനി പോകാൻ ലൈറ്റ് ഒന്നുമില്ല. പുറത്തേക്ക് വന്നത് ഒരേ ഒരു കളർ മാത്രം, റെഡ് മാത്രം. ഏത് കളറിൽ അത് കാണപ്പെടും? ചുവപ്പായിട്ടത് കാണപ്പെടും. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു. കുറച്ച് തിയറി നമ്മൾ കണ്ടു, അതിനുശേഷം പ്രകാശ പ്രതിഭാസങ്ങളിലേക്ക് പോയി, അതിനുശേഷം വ്യത്യസ്തതരം പ്രകാശങ്ങൾ വ്യത്യസ്തതരം ഒബ്ജക്റ്റിൽ വന്ന് വീണാൽ എന്ത് സംഭവിക്കുന്നു കണ്ടു. പറഞ്ഞിരുന്നു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം ചോദിക്കാത്തൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം, പ്രതിഭാസത്തിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു വെക്കണം. ഇത് തന്നുകൊണ്ട് ഇതേത് പ്രതിഭാസമാണ് എന്നുള്ള ചോദ്യമാണ് കൂടുതലായി കണ്ടുവരാറുള്ളത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.